MTN News, Malayalam Television Network. Assalamu alaikum wa rahmatullahi wa barakatuh. Alhamdulillah. As-salatu was-salamu ala rasulillah wa ala alihi wa sahbihi ajma'in. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സ്വർഗം നേടാനുള്ള സുവർണാവസരമാണ് പരിശുദ്ധ റമളാൻ. മരണാനന്തര ജീവിതത്തിൽ സ്വർഗവും നരകവും സംവിധാനിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം. ഇഹലോകമെന്നത് കർമ്മങ്ങൾ ചെയ്യാനും സ്വർഗത്തിന് വേണ്ടി ഒരുങ്ങാനുമുള്ള വേദിയാണ് എന്നതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. അദ്ദുനിയ മസ്റഅത്തുൽ ആഖിറ, ദുനിയാവ് പരലോകത്തിന് വേണ്ടിയുള്ള കൃഷിയിടമാണ് എന്നാണ്. ഇവിടെ നമുക്ക് ഉഴുതുമറിക്കാം, നട്ടുപിടിപ്പിക്കാം, വിളയിറക്കാം, കളപറിക്കാം. കൊയ്ത്ത് നടക്കുന്നത് പരലോകത്താണ്. ഒരു സത്യവിശ്വാസിയായി സൽക്കർമ്മങ്ങൾ കൊണ്ട് അയാളുടെ ഈ ജീവിതത്തെ അയാൾ ഏറ്റവും നല്ല രൂപത്തിൽ നട്ടുപിടിപ്പിച്ചാൽ മരണാനന്തര ജീവിതത്തിൽ സ്വർഗം നേടിയെടുക്കാൻ സാധിക്കുമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. ജീവിതവും മരണവും നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ല കർമ്മങ്ങൾ ചെയ്യുന്നത് എന്ന് പരീക്ഷണം ചെയ്യാൻ വേണ്ടിയാണ് എന്ന് ഖുർആൻ എടുത്തു പറയുന്നു. ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്താണ്? ഖുർആനിലെ സൂറത്ത് ആലി ഇംറാൻ, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ആത്മാവും മരണം രുചിക്കുക തന്നെ ചെയ്യും. വ ഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ, ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ നിങ്ങളുടെ കർമ്മങ്ങളുടെ പ്രതിഫലം നിങ്ങൾക്ക് പൂർണ്ണമായി നൽകപ്പെടുകയും ചെയ്യും. ഫമൻ സുഖസിഹ അനിന്നാർ, ആരാണോ നരകത്തിൽ നകറ്റപ്പെടുകയും വ ഉദ്ഖിലൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നത്, ഫഖദ് ഫാസ്, അവൻ വിജയിച്ചിരിക്കുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം നരകത്തിൽ നിന്ന് രക്ഷപ്പെടലും സ്വർഗം നേടലുമാണ്. സ്വർഗം എന്ന് പറയുന്നത് എന്താണ്? വിശ്വാസികൾക്ക് വേണ്ടി അള്ളാഹു ഒരുക്കി വെച്ച സ്വർഗീയ വിഭവങ്ങൾ എന്തൊക്കെയാണ്? ഈ പരിശുദ്ധ റമളാനിൽ സ്വർഗത്തിന് വേണ്ടി ഒരുങ്ങുമ്പോൾ തീർച്ചയായും അള്ളാഹുവിൻ്റെ വാഗ്ദാനങ്ങൾ, ആ വാഗ്ദാനത്തിൻ്റെ പെരുമഴ നാം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഫലാ തഅലമു നഫ്സുൻ മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അയുനിൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. സൂറത്തു സജദയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഒരു നഫ്സിനും അറിയില്ല, ഒരു മനുഷ്യനും അറിയില്ല അവർക്ക് വേണ്ടി അള്ളാഹു പരലോകത്ത് ഒരുക്കി വെച്ച കൺകുളിർമയുള്ള പ്രതിഫലം എത്രത്തോളമുണ്ട് എന്ന് ആർക്കും ചിന്തിക്കാൻ പോലും കഴിയില്ല. എല്ലാം ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ, അവരുടെ കർമ്മങ്ങൾക്കുള്ള പ്രതിഫലമാണ് എന്നതാണ്. എന്താണ് സ്വർഗത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? സ്വർഗമെന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു കണ്ണും ഇതുവരെ കണ്ടിട്ടില്ലാത്ത, മാല ഐനുൻ റഅത് വല ഉദുനുൻ സമിഅത്, ഒരു കാതും കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യ സങ്കല്പങ്ങൾക്കും വിഭാവന ചെയ്യാൻ പറ്റാത്ത അത്രമേൽ വലിയ സൗഭാഗ്യങ്ങളുടെ സുഖലോലുപതയുടെ സ്വർഗപ്പൂങ്കാവനമാണ് നാളെ പരലോകത്ത് വരാനിരിക്കുന്നത് എന്ന ആവേശമാണ് ഖുർആൻ നമുക്ക് പകർന്നു നൽകുന്നത്. അള്ളാഹു ഒരു മിഥ്യയിലേക്കല്ല നമ്മളെ ക്ഷണിക്കുന്നത്, ഒരുക്കി വെക്കപ്പെട്ട പ്രതിഫലത്തിലേക്കാണ്. നിങ്ങളിതാ വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന, നിങ്ങളുടെ റബ്ബിങ്കിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന സ്വർഗത്തിന് വേണ്ടി നിങ്ങൾ അതിവേഗതയിൽ കുതിക്കണം. കാരണം അത് ആകാശഭൂമികളെക്കാൾ വിശാലതയേറിയ സ്വർഗമാണ്. ഉഇദ്ദത് ലിൽ മുത്തഖീൻ, സത്യവിശ്വാസികൾക്ക് വേണ്ടി, ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്ക് വേണ്ടി, സൽക്കർമ്മികൾക്ക് വേണ്ടി, തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കുന്നവർക്ക് വേണ്ടി അള്ളാഹു ഒരുക്കി വച്ചിരിക്കുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ സ്വർഗം സൃഷ്ടിക്കപ്പെട്ടതാണ്. ഖുദുസിയായ ഒരു ഹദീസിൽ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വസ്തുതയാണ്, അള്ളാഹു സ്വർഗവും നരകവും സൃഷ്ടിച്ചു. തൻ്റെ ആ സംവിധാനങ്ങൾ കാണാൻ അള്ളാഹു ആദ്യമായി തിരഞ്ഞെടുത്തത് മലക്കുകളുടെ കൂട്ടത്തിൽ ഏറ്റവും സ്ഥാനീയനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയെയാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം സ്വർഗവും നരകവും സന്ദർശിച്ചു. ആദ്യമായി അദ്ദേഹം പോയത് സ്വർഗത്തിലേക്കാണ്. സ്വർഗത്തിലെ സൗഭാഗ്യങ്ങൾ കണ്ട് നയനാനന്ദകരവും കർണാനന്ദകരവും പരമാനന്ദകരവുമായ സ്വർഗീയ സൗകര്യങ്ങൾ കണ്ട് മതിമറന്ന് ആസ്വദിച്ച് അള്ളാഹുവിൻ്റെ അടുത്ത്
അദ്ദേഹം വന്ന് പറഞ്ഞു, അല്ലാഹുമ്മ ഫബിഇസ്സത്ത്, അള്ളാഹുവേ നിൻ്റെ പ്രതാപം തന്നെയാണ് സത്യം, ഒരൊറ്റ മനുഷ്യനും ഈ സ്വർഗം കിട്ടില്ലേ എന്ന് ഞാൻ ഭയപ്പെട്ടു പോവുകയാണ്. കാരണം ഹുജിബത്തുൽ ജന്നത്തു ബിൽ മക്കാരിഹ്, മനുഷ്യർ ചെയ്യാൻ വെറുക്കുന്ന കാര്യങ്ങൾ കൊണ്ടാണല്ലോ അല്ലാഹ് നീ സ്വർഗത്തിന് മറയിട്ടിട്ടുള്ളത്. അതവർ ചെയ്യാൻ തയ്യാറായെങ്കിലേ സ്വർഗമറ നീങ്ങി അവർ സ്വർഗാവകാശികളായി മാറുകയുള്ളൂ. പിന്നീട് അദ്ദേഹം സന്ദർശിച്ചത് നരകമാണ്. ഭീകരമായ, ഭീതിപ്പെടുത്തുന്ന, ഭീഭത്സമായ ആ നരകത്തിൻ്റെ ശിക്ഷാമുറകൾ കണ്ട് ഭയന്ന് വിറച്ച് അധിക നേരം അവിടെ സമയം ചിലവഴിക്കാതെ അദ്ദേഹം അള്ളാഹുവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ വാക്കുകൾ, അല്ലാഹുമ്മ ഫബിഇസ്സതിക്, അള്ളാഹുവേ നിൻ്റെ പ്രതാപം തന്നെയാണ് സത്യം, ഒരൊറ്റ മനുഷ്യനും ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടില്ലേ എന്ന് ഞാൻ ഭയപ്പെടുകയാണ്. കാരണം നരകത്തിന് മറയിട്ടിട്ടുള്ളത് മനുഷ്യ മനസ്സുകൾ ചെയ്യാൻ മോഹിക്കുന്ന കാര്യങ്ങൾ കൊണ്ടാണല്ലോ അല്ലാഹ് നീ നരകത്തിന് മറയിട്ടിരിക്കുന്നത്. അതവർ ചെയ്യുന്നിടത്തോളം കാലം നരകത്തിൻ്റെ മറ നീങ്ങി അവർ നരകാവകാശികളായി മാറുമല്ലോ എന്ന വേവലാതിയാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് പറഞ്ഞത്. സ്വർഗങ്ങളെക്കുറിച്ച് അത് ഒരുക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് സ്വർഗങ്ങളുണ്ട് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ജന്നാത്തുൽ ഫിർദൗസ് സ്വർഗങ്ങളുടെ കൂട്ടത്തിലെ ഒരു സ്വർഗമായി പരിചയപ്പെടുത്തപ്പെട്ട പേരാണ്. മറ്റൊന്ന് ജന്നാത്തുൽ നഈം, ജന്നാത്തു അദിൻ, ജന്നാത്തുൽ ഖുൽദ്, ജന്നത്തുൽ മഅ്വ തുടങ്ങിയ ധാരാളക്കണക്കിന് പേരുകൾ സ്വർഗവുമായി ബന്ധപ്പെട്ട് വന്നത് കാണാൻ കഴിയും. എന്താണ് ഈ സ്വർഗങ്ങളുടെയൊക്കെ പ്രത്യേകത? ജന്നാത്തുൽ ഫിർദൗസി എന്ന പ്രയോഗത്തിൽ തന്നെ ഒരു ജന്നത്തുൽ ഫിർദൗസ് അല്ല, ഒരുപാട് ജന്നാത്തുൽ ഫിർദൗസുകൾ ഉണ്ട് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നതും പണ്ഡിതന്മാർ വിശദീകരിക്കുന്നതും. ജന്നാത്തുൻ നഈം എന്ന് ബഹുവചന രൂപത്തിൽ പറഞ്ഞതുകൊണ്ട് തന്നെ ജന്നാത്തുൻ നഈം എന്ന് പറയുന്നത് ധാരാളക്കണക്കിന് ജന്നത്തുൻ നഈമുകളുണ്ട് എന്നുള്ളതാണ്. ജന്നാത്തു അദിൻ എന്നതും അങ്ങനെ തന്നെയാണ്. മാത്രമല്ല ഒരാൾക്ക് തന്നെ ഒന്നിലധികം സ്വർഗം കിട്ടുന്നതിനെക്കുറിച്ചുള്ള പരാമർശങ്ങൾ കാണാം. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നത്താൻ, അള്ളാഹുവിൻ്റെ മുമ്പിൽ വന്നു നിൽക്കണമെന്ന ഭയത്തോടെ ജീവിക്കുന്നവർക്ക് 2 സ്വർഗമുണ്ട് എന്ന പ്രയോഗങ്ങൾ കാണാം. അതിൻ്റെ അർത്ഥം എന്താണ്? ഒന്നിലധികം സ്വർഗം ഓരോരുത്തർക്കും ലഭിക്കും എന്ന സൗഭാഗ്യവും സന്തോഷ വാർത്തയുമാണ്. മാത്രമല്ല നോക്കൂ നിങ്ങൾ, ജന്നാത്തുൽ ഫിർദൗസിൻ്റെ പ്രത്യേകത എന്താണ്? മിൻഹ തംബഉ അൻഹാറുൽ ജന്ന, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിൽ നിന്നാണ് സ്വർഗീയ അരുവികൾ ഉറവെടുക്കുന്നത് എന്നതാണ്. അൻഹാറും മിൻ മാഇൻ, ശുദ്ധജലത്തിൻ്റെ അരുവിയുണ്ട്. അതേപോലെ അൻഹാറും മിൻ ലബൻ, പാലരുവിയുണ്ട്. അൻഹാറും മിൻ അസൽ, തേനരുവിയുണ്ട്. അൻഹാറും മിൻ ഖംറിൻ, മദ്യത്തിൻ്റെ അരുവിയുണ്ട്. ഇങ്ങനെ വിവിധങ്ങളായ അരുവികൾ നാളെ സ്വർഗത്തിലുണ്ട് എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആനിൽ ധാരാളക്കണക്കിന് സ്ഥലങ്ങൾ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, അവരുടെ താഴ്ഭാഗത്തു കൂടി ഒഴുകുന്ന അരുവികളുള്ള സ്വർഗം എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. അതായത് സ്വർഗീയ അരുവികൾ, യുഫജ്ജിറൂനഹ തഫ്ജീറ, നാം എങ്ങോട്ട് സഞ്ചരിച്ചാലും നമ്മോടൊപ്പം ഒഴുകി ഒലിച്ചു വരുന്ന അരുവികളെക്കുറിച്ചുള്ള പ്രയോഗങ്ങൾ സൂറത്തു ഇൻസാനിൽ കാണാം. അതുകൊണ്ട് തന്നെ സ്വർഗത്തിൻ്റെ ഒരു വലിയ ഹൈലൈറ്റായിട്ടാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത് സ്വർഗത്തിൽ അരുവികളുണ്ട് എന്നുള്ളത്. അത്തരം അരുവികളുള്ള സ്വർഗത്തിൻ്റെ പേരാണ് ജന്നാത്തുൽ ഫിർദൗസ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസി അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ ജന്നാത്തുൽ ഫിർദൗസ് ചോദിക്കണം എന്ന് പറഞ്ഞ പ്രവാചക തിരുമേനിയുടെ തിരുമൊഴികൾ കാണാൻ സാധിക്കും. മറ്റൊന്ന് ജന്നാത്തുൻ നഈമാണ്. എന്താണ് ജന്നാത്തുൻ നഈം എന്ന് പറഞ്ഞാൽ? അത് സുഖാനുഗ്രഹങ്ങളുടെ സ്വർഗം. ഈ ജന്നാത്തുൻ നഈം എന്ന പരാമർശം ഖുർആനിൽ വന്ന സ്ഥലങ്ങളുടെ പരിസരം പരിശോധിച്ചാൽ അവിടുത്തെ സ്വർഗീയ പഴങ്ങളെക്കുറിച്ചും ഫ്രൂട്ട്സുകളെക്കുറിച്ചും ഫലങ്ങളെക്കുറിച്ചുമുള്ള പ്രയോഗങ്ങളാണ്. ആ ഫലവർഗ്ഗങ്ങളുള്ള സ്വർഗത്തിൻ്റെ പേരാണ് ജന്നാത്തുൻ നഈം എന്ന് പണ്ഡിതന്മാർ ഈ വാക്കുകളെ തെളിവ് പിടിച്ചുകൊണ്ട് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഖുതൂഫുഹ ദാനിയ, അടുത്തു വരുന്ന, നാം ആഗ്രഹിക്കുന്ന സമയത്ത് ഒന്ന് കല്ലെറിയുക പോലും വേണ്ടതില്ലാത്ത വിധം നമ്മുടെ അടുക്കലേക്ക് താഴ്ന്നു വരുന്ന സ്വർഗത്തിലെ പഴങ്ങളെക്കുറിച്ച്, മിൻകുല്ലി സമറാത്ത്, എല്ലാവിധ ഫ്രൂട്ട്സ് വർഗ്ഗങ്ങളും. ഭൂമി ലോകത്ത് എന്തെല്ലാം ഫ്രൂട്ട്സ് വർഗ്ഗങ്ങൾ നമ്മൾ കാണുന്നുണ്ട്, എന്തെല്ലാം പഴവർഗ്ഗങ്ങളുണ്ട്, കൊതിയൂറുന്ന മതിയുണരാത്ത ധാരാളക്കണക്കിന് ഫ്രൂട്ട്സുകൾ. മിൻകുല്ലി സമറാത്ത് എന്ന പ്രയോഗം, എല്ലാവിധ ഫ്രൂട്ട്സ് വർഗ്ഗങ്ങളും നിങ്ങൾക്ക് സ്വർഗത്തിൽ ഭക്ഷണമായി ലഭിക്കും എന്ന പ്രയോഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഖുർആനിലും പ്രവാചക തിരുമേനിയുടെ
തിരുമൊഴികളിലും ഇത്തരം സന്തോഷ വാർത്തകളുണ്ട്. പഴവും പഴച്ചാറുകളും ഉൾക്കൊള്ളുന്ന സ്വർഗത്തിൻ്റെ പേരാണ് ജന്നാത്തു നഈം എന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. മറ്റൊന്ന് ജന്നാത്തു അദിൻ എന്ന പ്രയോഗമാണ്. എന്താണ് ജന്നാത്തു അദിൻ? ജന്നാത്തു അദിനിൻ മസാക്കിന തൊയ്യിബ എന്ന പ്രയോഗം കാണാം. അതായത് അവിടെ വാസസ്ഥലങ്ങളുണ്ട്, ഏറ്റവും നല്ല വാസസ്ഥലങ്ങൾ, താമസ സൗകര്യങ്ങൾ, വീടുകൾ, കൊട്ടാരങ്ങൾ, മണിമേടകൾ, മണിമന്ദിരങ്ങൾ, മണിമാളികകൾ, സ്ഫടിക സമാനമായ കൊട്ടാരം. ഖുറഫ് എന്ന പ്രയോഗം കാണാം. ഭൂമി ലോകത്ത് നിന്ന് ഉപരിയിലേക്ക് നോക്കുമ്പോൾ വെട്ടിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളെ പോലെയുള്ള വീടുകളുണ്ട് എന്നുള്ളതാണ്. വിവിധങ്ങളായ വീടുകളുണ്ട്. അത് വിവിധ സൗകര്യങ്ങളിലും വിവിധ സ്ഥലങ്ങളിലും ഓരോരുത്തരുടെയും അമലുകളുടെയും സൽക്കർമ്മങ്ങളുടെയും തോതനുസരിച്ചുള്ള വീടുകൾ കാണാം. സ്വർഗത്തിൻ്റെ ഓരങ്ങളിലുള്ള മധ്യഭാഗത്തുള്ള ഏറ്റവും ഉന്നതമായ സ്ഥാനങ്ങളിലുള്ള വീടുകളെക്കുറിച്ചുള്ള പരാമർശം കാണാം. വിജയിക്കുന്ന ദാമ്പത്യത്തിന് അള്ളാഹു വാഗ്ദാനം ചെയ്ത പ്രതിഫലം ഉലായിക യുജ്സൗനൽ ഖുർഫത ബിമാ സബറു എന്നാണ്. ക്ഷമസഹനത്തോടുകൂടി ഒരു കുടുംബജീവിതം നയിച്ചതിന്, കൺകുളിർമയുള്ള ഒരു ജീവിതം നയിച്ചതിന് അവർക്ക് നാം സ്വർഗത്തിലൊരു മാണിക്യ കൊട്ടാരം നൽകും എന്ന പ്രയോഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ സ്വർഗത്തിലുള്ള വീടുകൾ മാത്രമല്ല, ഒരു കുഞ്ഞു പൈതൽ മരണപ്പെടുന്ന സമയത്ത് ആ പൈതലിൻ്റെ മരണത്തിൽ അതിൻ്റെ ഉമ്മയോ ഉപ്പയോ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ ബൈത്തുൽ ഹംദ് എന്ന പേരിൽ അവർക്ക് വേണ്ടി നിർമ്മിക്കപ്പെടുന്ന വീടുകളെക്കുറിച്ച് കാണാം. അതേപോലെ 60ഓളം വരുന്ന മൈലുകൾ നീളവും വീതിയും ഉയരവും ഒരുപോലെയുള്ള സ്ഫടിക സമാനമുള്ള വാസസ്ഥലങ്ങളെക്കുറിച്ചുള്ള പ്രയോഗങ്ങൾ കാണാം. ഇത്തരം ഭവനങ്ങളൊക്കെ വഇദാ റഅയ്ത നഈമൻ സമ്മ റഅയ്ത നഈം വഇദാ റഅയ്ത സമ്മ റഅയ്ത നഈമൻ വമുൽക്കൻ കബീറ വഇദാ റഅയ്ത സമ്മ റഅയ്ത നഈമൻ വമുൽക്കൻ കബീറ. വലിയ രാജസാമ്രാജ്യം പോലെയുള്ള വാസസ്ഥലങ്ങളും സൗകര്യങ്ങളും അള്ളാഹു സ്വർഗത്തിൽ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എത്രമേൽ വലിയ സൗഭാഗ്യമാണ് നമ്മളെ കാത്തിരിക്കുന്നത്. ഈ സ്വർഗീയ സൗകര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടി നൽകുന്നതാണ്. അത്തരം വാസസ്ഥലങ്ങൾ നമുക്ക് വേണ്ടി നൽകുന്നതാണ്. സ്വർണത്തിൻ്റെ ഇഷ്ടികയുള്ള, വെള്ളിയുടെ ഇഷ്ടികയുള്ള, മുറ്റത്ത് വീടിൻ്റെ അങ്കണത്തിൽ പവിഴ സമാനം ഉള്ള ചരൽക്കല്ലുകളുള്ള, നമ്മൾ ഇന്നിവിടെ ഏറ്റവും വിലമതിക്കുന്നത് നാളെ പരലോകത്ത് നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പം അത്രമേൽ വലിയ സൗഭാഗ്യങ്ങൾ അള്ളാഹു നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. അസ്വീറത്തും മിൻ ദഹബ്, സ്വർണത്തിൻ്റെ വളകൾ, ഉടയാഭരണങ്ങൾ, പട്ടാഭിഷേകങ്ങൾ, കിരീടധാരണങ്ങൾ, അവരെ ലിബാസുൽ ജന്ന, സ്വർഗത്തിലെ പട്ട് ധരിപ്പിക്കും എന്നും, അതേപോലെ തന്നെ താജമ്മിൻ തീജാനുൽ ജന്ന, സ്വർഗത്തിൻ്റെ കിരീടം അണിയിക്കപ്പെടും എന്ന് പറയുന്ന പ്രയോഗങ്ങളൊക്കെ കാണാം. മാത്രമല്ല അലൽ അറായിക്കി യൻദുറൂൻ, പരവർണാങ്കിത ചാരുമഞ്ചങ്ങളിൽ അവർ വന്നിരിക്കുന്ന, രാജകീയ പ്രൗഢിയോടുകൂടി വന്നിരിക്കുന്ന സംവിധാനങ്ങൾ, സുറുറും മർഫുവ, അവർക്ക് വേണ്ടി ഉയർത്തി വിധാനിക്കപ്പെട്ട കട്ടിലുകൾ, മെത്തത്തലയിണകൾ, എന്തെല്ലാം പ്രയോഗങ്ങളാണ് പരിശുദ്ധ ഖുർആനിൽ വാഗ്ദാനമായി വന്നിട്ടുള്ളത്. വലക്കും ഫീഹാ മാ തസ്തഹി അൻഫുസക്കും എന്നാണ്. നിങ്ങളുടെ മനസ്സ് എന്തു മോഹിക്കുന്നുവോ അത് നിങ്ങൾക്ക് ആ സ്വർഗത്തിലുണ്ട് എന്നാണ്. എത്രമേൽ വലിയ സ്വർഗീയ തരുണികളെക്കുറിച്ചുള്ള പ്രയോഗങ്ങൾ, ഇണകളെക്കുറിച്ചുള്ള പ്രയോഗങ്ങൾ. ആണാവട്ടെ പെണ്ണാവട്ടെ സ്വർഗാവകാശികളായാൽ അവർക്ക് ലഭിക്കാനിരിക്കുന്ന മനോഹരമായ അന്നഹുന്നൽ യാഖൂത്ത് വൽ മർജാൻ, പവിഴം, അതേപോലെ തന്നെ മുത്തുകളെപ്പോലെ കാണപ്പെടുന്ന ഹൂറും മഖ്സൂറാത്തും ഫിൽ ഖിയാം, സ്വർഗസ്ഥകളായ സഹോദരിമാരെക്കുറിച്ച്, സ്ത്രീകളെക്കുറിച്ച്, ഹൂറുൽ ഈങ്ങളെക്കുറിച്ച്, കണ്ണഞ്ചിപ്പിക്കുന്ന സൗന്ദര്യമുള്ള സ്വർഗീയ സൗഭാഗ്യങ്ങളെക്കുറിച്ചൊക്കെ ഉള്ള പ്രയോഗങ്ങൾ മാഷാ അല്ലാ, മനസ്സിനെ അങ്ങേയറ്റം ആനന്ദത്തിലേക്ക് കൊണ്ടുപോകുന്ന തരത്തിലുള്ള മനുഷ്യ സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരം ഇൻഷാ അല്ലാ സ്വർഗത്തിലാണ്. മനുഷ്യൻ എന്ത് മോഹിക്കുന്നുവോ അത് ലഭിക്കുന്ന സ്വർഗം നമുക്ക് വരാനുണ്ട്. ഇത്രമേൽ വലിയ സൗഭാഗ്യങ്ങൾ കൊണ്ട് നമ്മളെ കാത്തിരിക്കുന്ന, നമ്മുടെ സൽക്കർമ്മങ്ങൾക്ക് പ്രതിഫലം നിശ്ചയിച്ച അള്ളാഹു എത്ര കാരുണ്യവാനാണ്. അള്ളാഹുവിൻ്റെ വാഗ്ദാനങ്ങളെ വിശ്വസിച്ച് പടച്ച റബ്ബ് തരാനിരിക്കുന്ന സ്വർഗത്തിന് വേണ്ടി അധ്വാനിച്ച് രാവുകളെ പകലാക്കി മാറ്റി ഈ റമളാനിൽ നമുക്ക് മുന്നേറാൻ സാധിക്കണം. അത്തരം ഒരു സൗഭാഗ്യത്തിൻ്റെ വാതിൽ നമുക്ക് മുമ്പിൽ തുറന്നു കിടക്കുകയാണ്. ഫുതിഹത്ത് അബ്വാബുൽ ജന്ന, സ്വർഗത്തിൻ്റെ 8 വാതിലുകളും അൽഹംദുലില്ലാ നമുക്കായി തുറന്നു കിടക്കുകയാണ്. ഓരോ ചുവടും മുന്നോട്ട് വെച്ച് നമുക്ക് ആ സ്വർഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ആ സ്വർഗത്തെ മോഹിക്കുകയും
സ്വർഗത്തെ ആഗ്രഹിക്കുകയും ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോവാം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുക്കിയ ആ സൗഭാഗ്യത്തെ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സ്വർഗത്തിലേക്ക് കുടുംബസമേതം പ്രവേശിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.